ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി പാസ്ത ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ചട്ടിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 ഗാർലിക്ക് ചെറുതാക്കി പൊടിയായി കൊത്തിയരിഞ്ഞത് ഇടുക. എന്നിട്ട് നമ്മളൊന്ന് ചൂടായി ഇങ്ങനെ കുറച്ച് നേരം വഴറ്റണം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ പാസ്ത ഓൾറെഡി വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്തത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറേ നേരം ടൊമാറ്റോ ഇട്ട് വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ അടർത്തി കളഞ്ഞ് മിക്സിയിൽ അരക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാട്ടോ ഇത് പിന്നെ നമ്മൾ ആ ഗാർലിക്കൊക്കെ ഇങ്ങനെ വഴറ്റി വന്നതിൻ്റെ ശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞ സവാള നമ്മളതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. പാസ്തയും മക്രോണിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഏത് ഷേപ്പിലുള്ള പാസ്ത ആയാലും സ്പൈറൽ ഷേപ്പിലുള്ളതായാലും നല്ല നീളത്തിലുള്ളതായാലും എന്ത് ഷേപ്പായാലും കുഴപ്പമില്ല, എല്ലാത്തിനും പറ്റിയ ഒരു ഇതാണ് കേട്ടോ, ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ ഈ സവോളയും കൂടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമ്മൾ വഴറ്റണം. കണ്ടല്ലോ, ഇങ്ങനെ ചെറുതായി നിറം മാറി വരണം, വെള്ള നിറം ഒന്ന് പോയി ഒരു ട്രാൻസ്പെറൻസി വരണം കേട്ടോ. അതുവരെ നമ്മളൊന്ന് വഴറ്റുക. എന്നിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, 4 തിളച്ച വെള്ളത്തിൽ ഒരു 4 ടൊമാറ്റോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രം വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ അടർത്തി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആ ടൊമാറ്റോ പ്യൂരി ഈ ഉള്ളിയും ഗാർലിക്കും കൂടിയുള്ള ഈ മിക്സ്ചറിലേക്ക് ഒഴിക്കുക. കുറച്ച് നേരം നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കണം. എന്നിട്ട് ആ ടൊമാറ്റോ നന്നായി ഇങ്ങനെ വേവണം. വെന്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി കുറുകി വരുന്ന ഈ സ്റ്റേജിൽ നമുക്ക് ഇപ്പോഴാണ് ഇനി മസാലകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ കണ്ടോ, അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ കുറുകി ഇങ്ങനെ പാകത്തിനാവുന്ന ഒരു സ്റ്റേജിൽ ഇത് ഒറിഗാനോ ആണ് കേട്ടോ. ഒറിഗാനോയോ മിക്സഡ് ഹെർബ്സോ അല്ലെങ്കിൽ പിസയിൽ ചേർക്കുന്ന പിസ്സ പൗഡറോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുള്ള ഈ ഒരു മസാല, പിസയിലേക്കൊക്കെ പറ്റിയ മസാല നമ്മളൊരു 1/2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർക്കണം. പാസ്തയ്ക്കും പിസയ്ക്കും ഒക്കെ പറ്റിയ കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. ഇത് ക്രഷ്ഡ് ആയിട്ടുള്ള പെപ്പറാണ്. ക്രഷ്ഡോ അല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിവും വേണ്ട, പക്ഷേ ഒരു റെഡ് കളർ പാസ്തയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം, കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് വേണം കേട്ടോ. നമ്മുടെ കയ്യിൽ ചെറിയ കുറച്ച് പാക്കറ്റ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കാരണം ഞാനൊരു 3 പാക്കറ്റാണ് അങ്ങനത്തെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ടത്. എന്നിട്ട് അതും കൂടിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായി മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാസ്തയുണ്ട്. അതായത് കുറേ വെള്ളത്തിൽ നമ്മൾ ഉപ്പും കുറച്ച് ഓയിലും മാത്രം ഇട്ടിട്ട് പാസ്ത വെള്ളം വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പാസ്ത ഇടുക. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം നന്നായി കറക്റ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വേണ്ട പാകത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഒന്നെങ്കിൽ മാഗി ടേസ്റ്റ് മേക്കറിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് മേക്കർ പൗഡർ നമ്മൾ ഇടുന്ന കാരണം അതിൽ ഉപ്പുണ്ടാവും. അത് കാരണം കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇതാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്ത. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് മസാലയിലേക്ക് ചേർക്കുക കേട്ടോ. ഒന്നായിട്ട് കൊട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ മസാലയ്ക്കും ഇതിനും പാകത്തിനുള്ള ഗ്രേവി കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. ഇനി കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 2 കപ്പ് പാസ്തയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞങ്ങൾക്കത് കറക്റ്റായിരുന്നു, പക്ഷേ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് ആ മസാല കൂട്ടി ഇതിങ്ങനെ വരിക കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചീച്ച ഫുള്ളിട്ടിട്ട് ആ മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല വരുന്നവരെ നമ്മൾ ഇളക്കണം കേട്ടോ. അപ്പോൾ ആ ഇളക്കലിലും ആ ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ആ മസാല കംപ്ലീറ്റ് ആ പാസ്തയിലേക്ക് പിടിക്കും കേട്ടോ. പിന്നെ അവസാനം നമുക്ക് ഇനി ഒരു ടേസ്റ്റ് മേക്കർ എന്തെങ്കിലും ആഡ് ചെയ്യണം. മാഗി ക്യൂബാണ് നമ്മളടുത്ത് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പനീറിൻ്റെ ചില്ലി മസാല ക്യൂബാണ്. ഇതിൻ്റെ കുറച്ച് പൗഡർ നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്തു. പിന്നെ ഇതൊരു കോൺഫ്ലോർ പോലത്തെ പൗഡറാണ്. കോൺഫ്ലോറിൻ്റെ ഒരു കൺസിസ്റ്റൻസിൻ്റെ വെള്ളത്തിൽ കലക്കിയാൽ കുറച്ച് തിക്കായി വരുന്ന ഒരിതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഡയറക്റ്റ്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടോ. ഇതേ സാധനം ഈ പനീറിൻ്റെ ചില്ലി ക്യൂബ്, ഇത് ചിങ്സിൻ്റെ വരുന്നതാണ്. ഇത് വേണമെന്നില്ല, നമ്മൾ സാധാരണ ചിലപ്പോൾ ഒക്കെ മാഗിയുടെ ക്യൂബ്സാണ് ഇടാറ്, എന്നാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് കുറച്ച് നമ്മൾ വെള്ളത്തിലും കൂടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലവറൊക്കെ ഒഴിച്ച പോലെ കുറച്ച് ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരും, ഒരു കോട്ടിങ് പോലെ വരും കേട്ടോ ഇതിൽ.
അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരെണ്ണം രണ്ടെണ്ണം പൊടിച്ചിടാം. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ വേണ്ടി വരും. അവസാനം ഒരു ഇച്ചിരി കോൺഫ്ലവർ പൊടി, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് നന്നായി വെള്ളം വറ്റുന്ന വരെ ഇളകി ഒരു കോട്ടിങ് പോലെ അതിന് കിട്ടിക്കോളും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള റെസിപ്പികളും വേറെ ഫുഡ് എക്സ്പ്ലോറേഷനും ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.